എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കുറച്ച് പൊടിക്കൈകളുമായാണ്. വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ചോറും കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പാത്രം അടച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നന്നായി പതിഞ്ഞ് പുറത്തേക്ക് തൂവി പോകാറുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇതേപോലെ സെൻറ്ററിൽ ഒരു വുഡൻ സ്പൂൺ, ഒരു മരത്തിൻ്റെ തവി ഇതേപോലെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പതിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് തടയാൻ പറ്റും. പാല് കാച്ചുമ്പോഴും നമ്മൾ ഇതേപോലെ ഒരു വുഡൻ സ്പൂണ് പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ പതഞ്ഞ് താഴെ പോകുന്നത് തടയാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബ്രോക്കോളി, ഗ്രീൻ പീസ് അതുപോലെയുള്ള ഗ്രീൻ കളറിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളറ് നഷ്ടപ്പെടരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബ്രോക്കോളി നന്നായി കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഇതളുകളാക്കി എടുക്കണം. അതിനുശേഷം വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി തിളയ്ക്കുമ്പോൾ ഈ ബ്രോക്കോളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് വേവിക്കുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഈ ഒരു വെജിറ്റബിളിൻ്റെ ഈ ഒരു പച്ച കളർ ഇതേപോലെ തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ വെജിറ്റബിളിൻ്റെ ആ ഒരു പച്ച കളർ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയി തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബ്രോക്കോളി ഒന്നും നമ്മൾ ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. ഓവർ കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചേർത്താലും ഇതിൻ്റെ കളറ് മാറിപ്പോവും. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളക്കുമ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബ്രോക്കോളി കുക്കായി കിട്ടും. ഇതിപ്പോൾ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല ആ ഒരു പച്ച കളറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി പഞ്ചസാര ചേർക്കുന്നതിന് പകരം മറ്റൊരു ബൗളിലേക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കാം. എന്നിട്ട് ഇതേപോലെ കോരിയെടുത്ത് ആ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിലും ബ്രോക്കോളിയുടെ കളറ് നല്ല ഗ്രീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ അരിയും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിൽ പ്രാണികളും പുഴുക്കളും ചെള്ളൊക്കെ എളുപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ആര്യവേപ്പിൻ്റെ തണ്ട് കഴുകി തുടച്ച് ആ പാത്രത്തിലേക്ക് ഇട്ട് അടച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 4, ഉരുളക്കിഴങ്ങ് വളരെ എളുപ്പത്തിൽ വേവിച്ച് തൊലി കളഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനുവേണ്ടി നന്നായി കഴുകി എടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതേപോലെ കത്തി വെച്ച് റൗണ്ടിൽ ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഇറക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്, ഈ ഒരു റൗണ്ട് ഷേപ്പിൽ. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ ഒന്ന് സെൻറ്ററിൽ വെച്ച് കത്തി കൊണ്ട് മെല്ലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിലാണ് ഞാനിപ്പോൾ അത് വേവിക്കുന്നത്. അതിനുവേണ്ടി പ്രഷർ കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഏകദേശം ഒറ്റ വിസിലോണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കത്തി കൊണ്ട് മുറിച്ച ആ ഒരു ഭാഗത്ത് കൈകൊണ്ട് ഇതേപോലെ മെല്ലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി ഇളക്കിയെടുക്കാൻ പറ്റും. ആലു ചപ്പാത്തി, കട്ട്ലറ്റ് അതേപോലത്തെ സ്നാക്സിനൊക്കെ ഇതേപോലെ വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്ക് 5ാമത്തെ ടിപ്പിലേക്ക് കടക്കാം. നമ്മൾ എപ്പോഴും കാണുന്നതാണ് ബിസ്ക്കറ്റ്, കുക്കീസിൻ്റെ ഒക്കെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളത് ടിന്നിലിട്ട് വെച്ചാലും തണുത്തിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ചെറിയൊരു പൊടിക്കൈയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കുക്കി ജാറിലേക്ക് 2 ടീസ്പൂൺ അരിമണി ഇട്ട് കൊടുക്കാം. അരി എന്ന് പറയുന്നത് ഈർപ്പം പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഈ ടിന്നിനകത്ത് എന്തെങ്കിലും നനവോ ഈർപ്പോ ഉണ്ടെങ്കിൽ അരി അത് വലിച്ചെടുത്തോളൂ. ഇതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നനവോ ഈർപ്പോ ഉണ്ടെങ്കിൽ ഈ അരി അതൊക്കെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ബിസ്ക്കറ്റ് കുറേ ദിവസം കേട് കൂടാതെ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കും. ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിന്നിലേക്ക് ബിസ്ക്കറ്റ് എല്ലാം വെച്ചതിന് ശേഷം നല്ല ടൈറ്റിൽ അടപ്പ് വെച്ച് ക്ലോസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതേപോലെ കുക്കീസൊക്കെ പാത്രത്തിൽ അടച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ഫ്ലേവറിലുള്ള കുക്കീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ മിക്സാക്കി ഒരേ ടിന്നിലിട്ട് വെക്കരുത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള കുക്കീസൊക്കെ നമ്മൾ വേറെ വേറെ പാത്രങ്ങളിൽ തന്നെ സൂക്ഷിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഫ്ലേവറും കൂടെ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ടിപ്പ്, കാപ്പിപ്പൊടി കട്ട പിടിക്കാതിരിക്കാനുള്ളൊരു പൊടിക്കൈയാണ്. പ്രത്യേകിച്ചും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. നമ്മൾ കുറച്ച് തവണ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈർപ്പം തട്ടി കട്ട പിടിച്ച് നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ
അരിമണി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതേപോലെയുള്ള ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അരിയൊക്കെ തന്നെ മതിയാവും. അതിനുശേഷം ഇതിൻ്റെ അടപ്പിട്ട് നന്നായി അടിച്ചതിന് ശേഷം ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ അരിമണി അതങ്ങ് അബ്സോർബ് ചെയ്തെടുത്തോളും. പിന്നെ കോഫി പൗഡറൊക്കെ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. 7ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതും ഇതേ രീതിയിൽ തന്നെ ഉപ്പ് കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു പൊടിക്കൈയാണ്. ഉപ്പ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നനവ് വരുന്ന ഒന്നാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിമണി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈർപ്പമൊക്കെ ഈ അരിമണി അബ്സോർബ് ചെയ്തെടുത്തോളും. ഞാൻ ഈ സാൾട്ട് ഷേക്കറിലേക്ക് 2 ടീസ്പൂൺ അരിമണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി അടച്ചതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അരിമണി ചേർക്കുമ്പോൾ ഉപ്പ് ഒരുപാട് ദിവസം നല്ല ഡ്രൈ ആയി തന്നെ ഇരിക്കും. മാത്രമല്ല നമ്മൾ ഇതിന്ന് വിതറുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി പുറത്തേക്ക് വരികയും ചെയ്യില്ല. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ അത് കൂട്ടാനുള്ള ഒരു പൊടിക്കൈയാണിപ്പോൾ കാണിക്കുന്നത്. അതിനുവേണ്ടി കല്ലുപ്പാണ് എടുക്കുന്നത്. 1/4 കപ്പ് കല്ലുപ്പ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായി പൊടിച്ചെടുക്കണം. ഇതേപോലെ ചെയ്യുമ്പോൾ ബ്ലേഡിൻ്റെ മൂർച്ച നന്നായി കൂടിക്കിട്ടും. ഇത് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവും. 9ാമത്തെ ടിപ്പ്, നമ്മൾ കറി വെക്കാനാണെങ്കിലും ഉപ്പേരി വെക്കാനൊക്കെ ആണെങ്കിലും വെണ്ട കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കൊഴുപ്പ് കണ്ടുവരാറുണ്ട്. അപ്പോൾ അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ടിപ്പാണ് ഇതേപോലെ ഒരു അല്പം ഓയിൽ കത്തിയിലും കട്ടിംഗ് ബോർഡിലും നമ്മൾ ബ്രഷ് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് അരിഞ്ഞെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. തീരെ കൊഴുപ്പില്ലാതെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും. വെണ്ട നമ്മൾ മറ്റ് പച്ചക്കറികൾ വെള്ളത്തിൽ മുക്കി വെച്ച് കഴുകുന്ന പോലെ വെള്ളത്തിലിട്ട് വെക്കരുത്. കൊഴുപ്പ് നന്നായി കൂടും. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൊഴുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരല്പം ചെറുനാരങ്ങ നീര് ഉറ്റിച്ച് കൊടുത്താൽ മതി. 10ാമത്തെ ടിപ്പിൽ മിക്സിയുടെ ജാറ് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ആക്കാൻ നോക്കാം. അപ്പത്തിനും ദോശയ്ക്കൊക്കെ നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ആ ഒരു ജാറ് നമ്മൾ കുറച്ച് സമയം കഴുകാതെ പുറത്ത് വെക്കുമ്പോഴത്തേക്ക് ഡ്രൈ ആയി നമുക്ക് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടായി വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം ലിക്വിഡ് ഡിഷ് വാഷും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നന്നായി ക്ലീൻ ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ മാവൊന്നും എവിടെയും പറ്റി പിടിക്കാതെ നല്ല ഈസിയായി നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ 10 കിച്ചൺ ടിപ്സും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള പൊടിക്കൈകളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കരുത്. പിന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്